Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന 2 സിമ്പിൾ സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ലവ് റിലേഷൻഷിപ്പ് ഇല്ല, അതായത് നിങ്ങൾക്ക് സ്നേഹിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയിക്കാൻ ഒരു വ്യക്തിയില്ല, നിങ്ങൾ കമ്മിറ്റഡ് ആകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതല്ല നിങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടണം അല്ലെങ്കിൽ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് അറിയാതെ തന്നെ ഒരു ഇമേജ് പോയിട്ടുണ്ടായിരിക്കും. ശരിയല്ലേ? അതായത് നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങളൊരു വീട് കെട്ടണം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഇങ്ങനെ എന്ത് നിങ്ങൾ ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു രൂപം, ഒരു ധാരണ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും. ഒരുപക്ഷെ കൃത്യമായതോ അല്ലെങ്കിൽ അത്ര വളരെ ക്ലിയർ ആയിട്ടില്ലെങ്കിലും ഒരു ധാരണ ഉണ്ടായിരിക്കും, ഒരു ഇമേജ് ഓൾറെഡി നിങ്ങളുടെ മൈൻഡിലോട്ട് പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ട ഒരു വിഷ്വൽ എന്തായിരിക്കും? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു കുട്ടിയുടെ രൂപം, അവരുമായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ മൊമെന്റ്സുകൾ, ഇതാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഇനി വിഷ്വലൈസ് ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. നമ്മൾ എപ്പോഴും എന്ത് കാര്യം വിഷ്വലൈസ് ചെയ്യുമ്പോൾ, അതായത് കൂടുതലായിട്ട് തിങ്ക് ചെയ്യുമ്പോഴും അതിനകത്ത് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ഫീൽ ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് സംഭവിക്കുന്നതും അല്ലെങ്കിൽ ഡിലേ ആവുന്നതും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ കുറച്ചുകൂടി ഫാസ്റ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഫീലിങ്സ് കുറച്ചുകൂടി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് കൂടി പറയാം. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് നിങ്ങളുടെ കൈവശം നിങ്ങൾ പിടിക്കുക. ഫോർ എക്സാമ്പിൾ ഒരു പില്ലോ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും, അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് നിങ്ങൾ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും, ഇപ്പോൾ ഒരു പെന്നായിരിക്കാം, അല്ലെങ്കിൽ ഒരു റോസ് പൂ ആയിരിക്കാം. ഓരോരുത്തരുടെ മൈൻഡിലും ഓരോന്നായിരിക്കും ഈ ഒരു ഒബ്ജക്റ്റ്. സോ നിങ്ങൾക്ക് ആ ഒരു ഒബ്ജക്റ്റ് കുറച്ചുകൂടി റൊമാൻറ്റിക് ഫീലിംഗ് നൽകുന്ന ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. സോ അത്തരത്തിൽ റൊമാൻറ്റിക് ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ആ ഒരു സ്പെഷ്യൽ മൊമെന്റ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുമായിട്ടുള്ള സ്പെഷ്യൽ മൊമെന്റ് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഈ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ കുറെ കൂടി റിലാക്സ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്തായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറെ കൂടി എഫക്റ്റീവായി ഇത് മാനിഫെസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് എടുക്കുന്നതായിരിക്കും ബെറ്റർ ആയിരിക്കുക. അപ്പോൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ വിഷ്വലൈസ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഇതൊരു ടെക്നിക്കോ ടിപ്പോ അല്ല, നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഫീലിംഗ് ആണ്. അതായത് ബി ഗ്രേറ്റ്ഫുൾ ഫോർ വാട്ട് യു ഹാവ് റൈറ്റ് നൗ. നമ്മുടെ ലൈഫിൽ നമ്മൾ അട്രാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആകണം, നമുക്കും സ്നേഹിക്കണം ആ ഒരു വ്യക്തിയെ എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് മസ്റ്റാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ആരൊക്കെ സ്നേഹിക്കുന്നുണ്ടോ അവരോട് നിങ്ങൾക്ക് ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിലവിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സോ ആരുമായിരിക്കാം. സോ നിങ്ങളെ ആരൊക്കെയാണോ സ്നേഹിക്കുന്നത് അവരോട് ആ ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഓപ്പൺ ടു റിസീവ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങൾ ഒരു ലവേഴ്സിനെ കാണുന്ന സമയത്ത്, അതായത് 2 വ്യക്തികൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ആ ഒരു അവർ പരസ്പരം ഇപ്പോൾ കൈകളൊക്കെ ഇങ്ങനെ കോർത്ത് നടക്കുന്ന ഒരു രംഗം കാണുമെന്ന് വിചാരിക്കാം. നിങ്ങൾ അവരെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ അവരോടൊരു ഹെയ്റ്റ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നിലവിലില്ല എന്ന് വേണം കരുതാൻ. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ലവ് ലൈഫാണ്, അങ്ങനെ ഒരു പെർട്ടിക്കുലർ പേഴ്സണെ, ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വരണമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു രംഗം നിങ്ങളുടെ കൺമുമ്പിൽ കാണുമ്പോൾ അവരോട് വെറുപ്പാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് അല്ല നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും പുറത്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ
ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ ലൈഫിൽ ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളിൽ ഫോർച്ചുനേറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ ജസ്റ്റ് ഒരു ഗ്രേറ്റ്ഫുൾ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായി നമ്മുടെ ലൈഫിൽ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലവ് ലൈഫ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റേഷൻ, അതല്ല നിങ്ങളൊരു സിംഗിളായിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായും ഫോളോ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.